അസ്സലാമലൈക്കും. എന്താക്കുന്ന എല്ലാവരും മയത്ത് ഉറങ്ങിയിന്ന് നമുക്കെല്ലാവർക്കും ഇവിടെ സുഖം തന്നെ. ഇപ്പോൾ ഇത് മയക്കാലം അല്ലേ. നമുക്ക് കുറച്ച് അരി എള്ള് പിന്നെ അവല് തേങ്ങയെല്ലാം വറുത്ത് പൊടിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് വെക്കലുണ്ട് ഞാൻ. ഇപ്പം ഇന്ന് കുറച്ച് സുഖമില്ല, എനിക്ക് പനിയായതുകൊണ്ട് ഇപ്പം ഞാനിതാ തുടങ്ങുന്നു. ഫസ്റ്റ് തന്നെ ഞാനിതാ റേഷൻ്റെ അരിയാണിത്. നന്നായി ഇത് വറുക്കിട്ട് നല്ല രസമാണ് തിന്നാൻ. എള്ളും വേണം, നല്ല കറുത്ത എള്ളും. എള്ള് കഴിച്ചാൽ നല്ലതാണ്, നല്ല രക്തത്തിനെല്ലാം കൂടും. എല്ലാവർക്കും അങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്ന മഴയിലുണ്ട് എല്ലായിടത്തും. നമ്മുടെ നീലശ്ശേരി നാട്ടിൽ മഴ തന്നെ, പിന്നെ ഓരോരോ നാട്ടിൽ ഓരോരോ ഇതല്ലേ. അന്നെ മാപ്പിളാടി മഴ നല്ലോണമുണ്ട് എന്നാണ് പറയുന്നു. നന്നായി പൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ല അരിയാണ് റേഷൻ അരി, നല്ല അരി കിട്ടിയിരുന്നു റേഷൻ്റെ. മഴക്കാലത്തെല്ലാം നല്ല വറുത്ത് പൊടിച്ച് തിന്നാൽ നല്ല പയർ കഞ്ഞി വെക്കാൻ. മഴക്കാലത്ത് നല്ല വിശപ്പ് കൂടുതലല്ലേ. അങ്ങനെ നന്നായി ഇത് പൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ചെരിഞ്ഞ് വെക്കാം. ഇതിൽ തന്നെ നമുക്ക് കുറച്ച് അവലും പൊരിയും വെക്കാം. കുറച്ച് അവല് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വറുക്കാം. നല്ല നെല്ലൂത്തി അവലാണിത്. കുത്തുനടുക്ക് തന്നെ പൊരിച്ച് വാങ്ങിയതാണ് ഞാൻ. അവല് കുറച്ച് പൊരിയും ഇതിലിട്ടിന് ഞാൻ. പൊരിയണം നല്ല അവര്, നല്ല കറുമുറയാവണം. ഒരു മുറി തേങ്ങ നന്നായി ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ പിന്നെ സാമ്പാറിനെല്ലാം ചിക്കനെല്ലാം വറുത്ത് അരക്കുന്നില്ല, അതുപോലെ കുറച്ചൊരു ചുവന്ന കളർ വരണമെന്നേലും ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞ് വരണം. അപ്പോൾ നല്ല രസവും ഉണ്ടാവും. നല്ലോണം പൊരിയണം തേങ്ങ, എന്നാലേ നല്ല രസം ഉണ്ടാവും ഉണ്ടാക്കിയാൽ. തേങ്ങ നന്നായി വറുത്ത് ഇതും കൂടി ഞാൻ ചെരിഞ്ഞ് വെക്കാം. തേങ്ങ നന്നായി പൊരിഞ്ഞ് ഇതിലൊന്ന് ഞാൻ വെള്ളം ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇതാ കുറച്ച് വെള്ളം വെച്ച് വെള്ളം ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നന്നായി ഇതാ ഉരുകിയിട്ടുണ്ട്. എന്നെ നമുക്ക് ഓഫാക്കി വെച്ച് തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അരിച്ചെടുക്കണം ഇത്. അങ്ങനെ അരി അവല് പൊരി എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പൊടിച്ച് വെച്ച എന്തെന്ന് ഇന്നലെ രാത്രി ഞാൻ പൊടിച്ചതാണ്. കുറേ വൈദ്യുതി, അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും ആരും ഉണ്ടായിട്ട. ബദാം പിസ്ത പിന്നെ ഈത്തപ്പഴം അത്തിപ്പഴം അത് നല്ല പാങ്ങിൽ വറുത്തിട്ട് പൊടിച്ച് വെച്ച് പിന്നെ എള്ളും അത് പൊടിച്ച് വെച്ചതാണ് ഇത്. അരിയും തേങ്ങയെല്ലാം പൊടിക്കാം. അങ്ങനെ നന്നായി പൊടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഉണ്ടയാക്കുന്നത് കാണാം. വെള്ളം ഞാൻ തണിയാൻ വെച്ചിട്ടുണ്ട്, നന്നായി ഒന്ന് തണിയട്ട്. അരി വറുത്തത്, അവല് വറുത്തത്, തേങ്ങ, എള്ള്, ബദാം, പിസ്ത, പിന്നെ ഇത് അണ്ടിപ്പരിപ്പ്, പിന്നെ കുറേ സാധനം ഉണ്ട് കേട്ടോ. ഒന്നും പറഞ്ഞാൽ കിട്ടുന്നില്ല നമുക്ക്. കുറേ എല്ലാം ഒന്നായിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചട്ടിയിലേക്ക് ചെരിയാം. എല്ലാവരും ഉണ്ടാക്കിയിട്ട് വരണില്ലാക്കിയിട്ട് വെക്കണം കേട്ടോ. നല്ല കയ്യോടെ തന്നെ നല്ല എള്ളല്ലേ കഴിച്ചുകൂടാ. എന്താന്ന് പറഞ്ഞാൽ എള്ളല്ലേ, ഇത് എണ്ണയല്ലേ, നല്ല ഹെൽത്തി ഫുഡാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം.
റെഡിയായി, നമ്മളെ ഉണ്ട റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മഴക്കാലം വരുമ്പോൾ ഓരോന്ന് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അസ്സലാമു അലൈക്കും.